അഭിഭാഷകനോട് മോശമായി പെരുമാറിയ കേസിൽ ആലത്തൂർ എസ്ഐക്ക് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം. മോശം വാക്കുകൾ ഉപയോഗിച്ചില്ല എങ്കിൽ മാപ്പ് പറയുന്നത് എന്തിനാണെന്ന് കോടതി. അഭിഭാഷകരോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനോട് എങ്ങനെ പെരുമാറുമെന്നും കോടതിയുടെ ചോദ്യം. രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗിന് ആ ദൃശ്യങ്ങളും ആ സംഭാഷണവും ഒക്കെ കേരളം മുഴുവൻ കേട്ടതാണ്. ഇന്ന് കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? അതായത് മാപ്പപേക്ഷ നൽകാമെന്ന് നേരത്തെ എസ്ഐ റെനീഷ് കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്നാണ് ഇതിന്റെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. ഈ സത്യവാങ്മൂലം ലഭിക്കുകയും ചെയ്തു. ഈ എസ്ഐ നൽകിയ സത്യവാങ്മൂലത്തിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. അതായത് മോശമായി പെരുമാറിയിട്ടില്ല, മോശം വാക്കുകൾ ഉപയോഗിച്ചില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് ഇതിനൊക്കെ ഇടയാക്കിയത് എന്ന ഒരു പരാമർശം അതിലുണ്ട്, ആ മാപ്പപേക്ഷയിലുണ്ട്. അതാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് മോശമായി പെരുമാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മാപ്പപേക്ഷ എന്ന് കോടതി ചോദിച്ചു. ഇതോടൊപ്പം തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എന്തും ചെയ്യാം എന്നാണോ എന്ന് ഹൈക്കോടതി ആരാഞ്ഞു. ഇത്തരം സമ്മർദ്ദങ്ങൾ കൊണ്ട് പോലീസുകാരെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ അതിനും കോടതി പരിഹാരം കാണണമോ എന്ന് ചോദിച്ചു. സാധാരണക്കാരോട്, അതായത് അഭിഭാഷകനോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരോട് എങ്ങനെയായിരിക്കും പെരുമാറ്റം എന്നും കോടതി ഈ എസ്ഐയോട് ചോദിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരണ നേരിടേണ്ടി വരും, ഈ സത്യവാങ്മൂലം അംഗീകരിക്കാൻ കഴിയില്ല എന്നും കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ഇതേ തുടർന്നാണ് പുതിയ സത്യവാങ്മൂലം നൽകാം എന്ന് പറഞ്ഞത് എസ്ഐ അറിയിച്ചത്. ഇതേ തുടർന്ന് അതിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കേസ് വീണ്ടും മാർച്ച് 1 പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും പുതിയ സത്യവാങ്മൂലം എസ്ഐക്ക് സമർപ്പിക്കേണ്ടി വരും. കാരണം ഈ സത്യവാങ്മൂലത്തിൽ ഈ അപേക്ഷ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോടതി അംഗീകരിച്ചിട്ടില്ല. നേരത്തെ DGPയും കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻപ് ഹാജരായിരുന്നു. അന്നും അദ്ദേഹം ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ രൂക്ഷമായ ഭാഷയിൽ അന്ന് ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു.